നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാലറി പെൻഡിംഗ് എല്ലാം തീർത്ത് കിട്ടിയ സ്റ്റാഫ് എല്ലാം പഴയതുപോലെ ജോലിക്ക് കയറൂ. ആദ്യം അത് പറയേ. അത് പിന്നെ ശമ്പള കുടിശ്ശിക തന്നെയാണല്ലോ നിങ്ങളുടെ പ്രശ്നം. അത് തീർത്തു കഴിഞ്ഞാ പിന്നെന്താ എല്ലാവർക്കും ജോലിക്ക് കയറാൻ പറ്റാത്തെ? അത് പറയേ. ശരി, എന്നാ നോക്കാം. നോക്കാന്നല്ല, ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം. ഓക്കെ. ഒരു മിനിറ്റേ. ഹലോ മാഡം, എന്താ വിളിച്ചേ? മീറ്റിംഗ് എന്തായി? എന്ത് മീറ്റിംഗ്? നിങ്ങളിപ്പോ മംഗലശ്ശേരിയിലല്ലേ നിൽക്കുന്നത്? അതെ. അത് മാഡം എങ്ങനെ അറിഞ്ഞൂന്നല്ലേ? ഞാൻ അറിയും. അതാണല്ലോ എന്റെ ജോലി. ഇതെന്റെ ആവശ്യമായി പോയില്ലേ? അപ്പൊ ഇങ്ങനെ പല സോഴ്സും ഞാൻ ഉപയോഗിക്കുന്ന കൂട്ടിക്കും. എന്താ അവരുടെ ഡിമാൻഡ്? അത് മാഡം, ഇപ്പൊ ശമ്പള കുടിശ്ശിക തീർത്തു തരാം, എല്ലാവരോടും ജോലിയിൽ കയറാനാ അവരാവശ്യപ്പെടുന്നത്. എന്നിട്ട് സമ്മതിച്ചോ? സമ്മതിച്ചു. അതാണല്ലോ സ്റ്റാഫിന്റെ ഡിമാൻഡ്. എന്താ മാഡം, എന്താ ഒന്നും പറയാത്തത്? അപ്പോ താൻ വലിയ നേതാവാണെന്ന് പറയുന്നത് വെറുതെ ആണല്ലേ? ഇത്ര പെട്ടെന്ന് കോംപ്രമൈസ് ആയോ? മാഡം, ഞങ്ങൾ വെച്ച ഡിമാൻഡ് കമ്പനിയുടെ ഭാഗത്തുനിന്നും അംഗീകരിച്ചു. അപ്പോ പിന്നെ ഞങ്ങൾക്ക് തൊഴിലല്ലേ പ്രധാനം? നേതാവേ, ഇത്ര പെട്ടെന്ന് ഈ ഡിമാൻഡ് എല്ലാം അംഗീകരിച്ച നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? എന്റെ തൊഴിലാളികൾക്ക് ശമ്പളവും കിട്ടും, ജോലിയും കിട്ടും. അല്ലാതെന്താ? അതൊക്കെ നിങ്ങൾക്ക് പേഴ്സണലായി എന്താ ബെനിഫിറ്റ്? അത് ഒന്നുമില്ല അല്ലേ? അത് മാഡം, ഈ ഡിമാൻഡ് അംഗീകരിക്കാതെ സമരം തുടർന്നാൽ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് വലിയൊരു തുകയാ. ഇനി സമരം നടത്തി ആ കമ്പനി പൂട്ടിച്ചാൽ, എന്നേക്കുമായി പൂട്ടിച്ചാൽ, നിങ്ങൾക്ക് ഞാൻ അതിലും വലിയൊരു ഓഫർ തരും. അപ്പോ ഓക്കെ ആണല്ലോ? ലക്ഷങ്ങൾ വേണോ അതോ തൊഴിലാളി സ്നേഹം വേണോ? അതൊന്ന് ആലോചിക്കും. അത് മാഡം, പറയേ. ഞാൻ എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവാം? ഗുഡ്, നല്ല തീരുമാനം. മാഡം പറഞ്ഞ ആ തുക ഉറപ്പാണല്ലോ? ദക്ഷ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാവില്ല. ഓക്കെ. എന്നാൽ മംഗലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പൂട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മതി, നല്ല തീരുമാനം. എന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. ഓക്കെ മാഡം, ഞാൻ വേണ്ടത് ചെയ്തോളാം. താങ്ക് യു. മംഗലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനി, ഒടുവിൽ എന്റെ പേര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.